Yeah, yeah, yeah. എന്നുണ്ട് ചിത്ത അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടാ തരട്ടെ എന്നുണ്ട് Look at the clips, these credits are lit. നമ്മൾ ഇതിനകത്ത് വെക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതിനെ പതുക്കെ തിരിയുന്ന ഒരു ഫംഗ്ഷൻ കൂടെ ഇതിനകത്തുണ്ട്. അതായത് I'm checking my list. Marathon man, it's run legit. Can't let it slip when it's all in my grip. Talking too much. പിന്നെ നമുക്കിതിൽ ഒരുപാട് കൺട്രോൾസ് കാണാം. ഇതെല്ലാം മെക്കാനിക്കൽ കൺട്രോൾസ് ആണ്. Yeah, that's that blood. Sweating my love. Checking out tug. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു ഓവനാണ്. അപ്പോൾ ഇത് OTG ആണ്, അതായത് ഓവൻ, ടോസ്റ്റർ, അതുപോലെ ഗ്രില്ല്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം എയർ ഫ്രയർ എടുക്കാനാണ് പോയത്. അപ്പോൾ അത് മാറ്റിയിട്ടാണ് നമ്മൾ ഈ OTG എടുക്കുന്നത്. അപ്പോൾ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് എയർ ഫ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഉപകരണമാണ്. അപ്പോൾ അതിൽ ഒന്ന് റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഈ OTG വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എയർ ഫ്രയറിൻ്റെ ഒരു ഫംഗ്ഷനും കൂടെ ഇതിനകത്തുണ്ട്. അതായത് ഇപ്പം എയർ ഫ്രയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹീറ്റിംഗ് എലമെൻ്റ് ഉണ്ടായിരിക്കും ആ ഡിവൈസിനകത്ത്. അതിൻ്റെ മുകളിലായിട്ടൊരു ഫാൻ ഉണ്ടാവും. അപ്പോൾ ഈ ഹീറ്റിംഗ് എലമെൻറ്റ് ഹീറ്റ് ആകുമ്പോൾ അതുപോലെ ഫാൻ അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഹീറ്റ് നേരെ നമ്മളെ ഈ ഫുഡിലേക്ക് അടിച്ചിട്ടാണ് അത് വെന്ത് കിട്ടുന്നത് നമുക്ക്. അപ്പോൾ അതേ ഫംഗ്ഷൻ ഇതിലുണ്ട്. അപ്പോൾ നമ്മളിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് 30 ലിറ്ററിൻ്റെ ഒരു OTG ആണ്. ഇതിന് 6600 നമുക്ക് പ്രൈസ് വന്നിട്ടുള്ളത്. നേരെ മറിച്ച് നമ്മളത് എയർ ഫ്രയർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 8000-9000 രൂപയുടെ റേഞ്ചിൽ വരും. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് മോട്ടോറൈസ്ഡ് റോട്ടിസറി ഫംഗ്ഷൻ ഉണ്ട്. അതായത് നമ്മളിതിനകത്ത് വെക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതിനെ പതുക്കെ തിരിയുന്ന ഒരു ഫംഗ്ഷനും കൂടെ ഇതിനകത്തുണ്ട്. അതായത് മോട്ടോറൈസ്ഡ് റോട്ടിസറി ഫംഗ്ഷനും കൂടെ ഉള്ളൊരു ഗ്രില്ലാണിത്. അതായത് ഐബെലിൻ്റെ OTG ആണ്. പിന്നെ നമുക്കിതിൽ ഒരുപാട് കൺട്രോൾസ് കാണാം. ഇതെല്ലാം മെക്കാനിക്കൽ കൺട്രോൾസ് ആണ്. നമ്മൾ ഈ ഓവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രീതിയിലായിട്ട് ചൂടാവുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. അപ്പോൾ ഡിജിറ്റൽ കൺട്രോൾസൊക്കെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മെക്കാനിക്കൽ കൺട്രോളിൽ ഈ ഒരു ഡിവൈസ് എടുത്തത്. അതിൽ നോക്കണമെങ്കിൽ പല പല നോബുകൾ കാണാം നമുക്ക്. അപ്പോൾ ഈ ഫസ്റ്റ് നോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഗ്രില്ല് ചെയ്യുമ്പോൾ ഈ ചിക്കനിനെ കറങ്ങാനുള്ള ഫംഗ്ഷൻ ഉണ്ടെന്നുള്ളത്. അപ്പോൾ കറങ്ങുന്ന ഫംഗ്ഷനും അതേപോലെ ഫാനും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നോബ്. അപ്പോൾ ഇതിൽ ഫാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇട്ട് കഴിഞ്ഞാൽ മോട്ടറൈസ്ഡ് റോട്ടിസറിയാണ്. അതായത് നമ്മളെ ചിക്കനെ കറങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ രണ്ടും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇടാം. അതായത് ഫാനും റൊട്ടേഷനും വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് സെലക്ട് ചെയ്യാനുള്ള നോബാണിത്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഹീറ്റ് സെലക്ട് ചെയ്യാം. അതായത് 250 ഡിഗ്രി വരെ നമുക്ക് ഹീറ്റ് സെറ്റ് ആക്കാം. ഓക്കെ. പിന്നെ അടുത്ത നോബ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഹീറ്റിംഗ് എലമെൻറ്റ്സ് ഉണ്ട്. അതായത് ഇപ്പം മുകളിലും താഴെയും ഇത് കണ്ടില്ലേ, രണ്ട് ഹീറ്റിംഗ് എലമെൻറ്റ്സ് വെച്ചിട്ട് മുകളിലും താഴെയും ഉണ്ട്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് മുകളിലത്തെ മാത്രം അടിയിലത്തെ മാത്രം രണ്ടും കൂടെ അതിനായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ അതിന് നമ്പർ ഇതാണ് നമ്മൾ ടൈമർ. അതായത് മെക്കാനിക്കൽ ടൈമറാണ്. നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ എത്ര ടൈമാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാം. 60 മിനിറ്റ് വരെ മാക്സിമം സെറ്റ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു അലാം, ഒരു ബെല്ലും കൂടെ കിട്ടും. അപ്പോൾ അതേപോലെ ഒരു ബെല്ലും കൂടെ കിട്ടും. അപ്പോൾ ഫുള്ളി മെക്കാനിക്കൽ ആയതുകൊണ്ട് നമുക്കൊന്നുകൂടെ ലൈഫ് ഉണ്ടാവും ഇതിന്. ഡിജിറ്റലിനേക്കാളും ഒന്നുകൂടെ ലൈഫ് ഉണ്ടാവുക മെക്കാനിക്കൽ സ്വിച്ചുകൾക്കും നോബുകളും കൺട്രോൾസ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ആക്സസറീസ് വരുന്നത്. അതായത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രില്ല്. പിന്നെ നമുക്കിതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, ഇതിനകത്ത് ഭയങ്കര ഹീറ്റ് ആകും. ഓവനകത്തുനിന്ന് എടുക്കാനും അതിലേക്ക് പ്ലേസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ളൊരു ഹാൻഡിലാണ്. പിന്നെ അതേപോലെ ഇതാണ് നമ്മൾ ചിക്കൻ ഇതിനകത്ത് ഈ സ്റ്റിക്കിനകത്ത് കയറ്റി വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. ഇതാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക ഇതിനകത്ത്. അതായത് മോട്ടറൈസ്ഡ് റോട്ടിസറി അതിനുള്ള ഒരു സ്റ്റിക്കാണിത്. പിന്നെ ഇതിന്ന് എടുക്കാനുള്ളത്, അതായത് നമ്മളിത് ചിക്കൻ വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്കിതൊന്ന് എടുക്കാം. ഇതിനകത്ത് വയ്ക്കുകയും ചെയ്യാം, എടുക്കുകയും ചെയ്യാം. ഇത് ബേക്കിംഗ് ട്രേ ആണ്. നമ്മൾ ഈ ഒരു ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവനാണ്, ടോസ്റ്ററാണ്, അതേപോലെ ഗ്രില്ലുമാണല്ലോ. അപ്പോൾ കേക്കൊക്കെ ബേക്ക് ചെയ്യാനുള്ള ട്രേ ആണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഇത് അടിയിൽ വെച്ച് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ അടിയിലത്തെ ഹീറ്റിംഗ് എലമെൻറ്റിൻ്റെ മുകളിലേക്ക് നമ്മളെ ഈ ചിക്കനിൽ നിന്ന് വരുന്ന ഫാറ്റൊക്കെ ഉരുകിയിട്ട് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെന്തായാലും അടിയിൽ വെക്കണം. അപ്പോൾ ഇത്രയും ആക്സസറീസാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇനി ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ടൈമർ ജസ്റ്റ് ഓൺ ചെയ്യുക. ടെമ്പറേച്ചർ 250 സെറ്റ് ചെയ്തു. ഹീറ്റിംഗ് എലമെൻറ്റ് നമ്മൾ ഇപ്പം മുകളിലാണ് ഓൺ ചെയ്തിട്ടുള്ളത്. ഹീറ്റ് ആവുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ചിക്കൻ ഈ സ്റ്റിക്കിനകത്തേക്ക് വെക്കാം.
live on the corner, I bend it. Can't take those chances, ain't talking about Bennett. When it's you lazy, they talking like critics. Why you so mad? Go get a bag. I'm in the lab, I don't move the same. Off of the password, back in my lane. I cannot sit in one place like a stain. Sharing that paper like ripping the page. I'm gonna be the last one to remain. Walk with the nearest, I'm spitting that flame. Hop out the cycle like it ain't a thing. സെൻട്രായിട്ട് Doing them heels, we running up. Hotel bar after the gig. Something to sip and getting drunk. For the queso, baby, we gonna dip. അപ്പം ഇങ്ങനെയാണ് ഇതിൽ ചിക്കൻ വെക്കുന്നത്. ഇതിൻ്റെ കാലുകളൊക്കെ നമുക്കൊന്ന് കെട്ടിയിടാം, അല്ലെങ്കിൽ ഇത് തിരിയുന്ന സമയത്ത് അത് താഴെ ഒന്ന് അടിക്കാൻ സാധ്യത. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പച്ച ഈർക്കലെടുത്തുണ്ട് ഇവിടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചിക്കൻ ഇവിടെ സ്റ്റിക്കിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് ബേക്കിംഗ് ആ ട്രേ വെച്ച് കൊടുക്കാം. നമ്മൾ ട്രേ വെച്ച് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. Yeah. Pop in, burning like this, ain't checking my wrist. Third is my shift. Rolling all night like flex, we look at this. ചിക്കൻ നമ്മൾ അതിനകത്ത് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാം 1 മണിക്കൂർ. ഹീറ്റിംഗ് എലമെൻറ്റ് അപ്പും ഡൗണും ഇട്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ചിക്കൻ കറിയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനും ശ്രീത്തും ഒരേ സമയത്തായിരുന്നു ആമസോണിൽ നിന്ന് ഓവൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഷിപ്പിങ്ങിൽ ചെറുതായിട്ട് ഡെൻറ്റും ഡാമേജൊക്കെ വന്നപ്പോൾ ഞാനത് റിട്ടേൺ അടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് റീപ്ലേസ്മെൻറ്റ് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ട്രയൽ നമ്മൾ ശ്രീജിത്തിൻ്റെ വീട്ടിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ 1 മണിക്കൂർ 20 മിനിറ്റ് കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓവനിൽ നിന്ന് അതിനെ പുറത്തെടുക്കാം. Stack it up till it can't fold, I just did 10 in a row, I just did 10 in a row. Yes. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഗ്രിൽഡ് ചിക്കൻ. പിന്നെ നമുക്ക് ഇതിൻ്റെ ട്രേ അതിൽ നിന്ന് റിമൂവ് ചെയ്യാം. Go, 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 go. Get off your phone, can't sit at a green light. Look how that shine reflect like a ring light. This is my podium, talking to 3 mics. I'm not. അപ്പോൾ സിത്ത് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാനുണ്ടെന്ന്. കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട് സിത്ത? അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടാ? സാരുടെ എങ്ങനെയുണ്ട്? Ripping the page, I'm gonna be the last one to remain. Walk with the nearest, I'm spitting that flame. Hop out the cycle like. അമ്മ എങ്ങനെയുണ്ട്? അപ്പോൾ ഗൈസ്, അപ്പോൾ ഒന്ന് പൊറോട്ടയും ചിക്കനുമാണ്, ഗ്രിൽഡ് ചിക്കൻ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. The queso, baby, we gonna dip. Was I bad in them apartments? Started hitting the target, started flooding the market, started moving smarter until it was about to go. അടിപൊളി, സൂപ്പർ. I just did 10 in a go, stack it up till it can't fold, I just did 10 in a row, I just did 10 in a row.